എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഇന്നെന്താ വന്നെന്നായിരിക്കുമല്ലേ? ഇന്ന് ഞാൻ വന്നത് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, എന്തായാലും സിമ്പിളായിട്ടുള്ള ഒരു കാര്യം കാണിക്കാമെന്നാണ്. ഇപ്പോൾ ഉച്ചയൂണിൻ്റെ സമയമായി. അപ്പോൾ ഉച്ചയ്ക്ക് കറി വെക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് കോളിഫ്ലവർ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി ഒരു പകുതി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊട്ട് തികയത്തുമില്ല. ഇന്ന് അതിന് മെഴുക്ക് പുരട്ടിക്ക് തികഞ്ഞില്ലെങ്കിൽ എന്നോർത്ത് അതിൻ്റെ കൂടെ കിഴങ്ങുമൊക്കെ ഇട്ട് മെഴുക്ക് പുരട്ടുന്നത്, അതായത് കുരുമുളകൊക്കെ ഇട്ട് മെഴുക്ക് പുരട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വന്നതാണ്. കണ്ട, ഇന്നലെ ഞാൻ 1/2 കിലോയുടെ ഒരു കോളിഫ്ലവർ മേടിച്ചതാണ്. 1/2 കിലോയുടെ. ഇപ്പം ഇതിനകത്ത് ഇപ്പം നമുക്ക് ധൈര്യത്തെ മേടിക്കാം, കാരണം ഇതിനകത്ത് പുഴുവൊന്നുമില്ല. ഇപ്പം നല്ല ഫ്രഷാണ്, അതുകൊണ്ട് നമുക്ക് ധൈര്യത്തെ മേടിക്കാവേ. അപ്പം അതിൻ്റെ പകുതി ഇന്നലെ ഞാൻ കോളിഫ്ലവറും കിഴങ്ങും ഒക്കെ ഇട്ട് ചപ്പാത്തിക്ക് സബ്ജി വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഇരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് മെഴുക്ക് വരട്ടെ. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്നാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ 2 ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ആ കോളിഫ്ലവർ ഉണ്ടായിരുന്നല്ലോ, അത് നല്ലതുപോലെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഇത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 സവാള എടുത്തത് അരിഞ്ഞ് വെച്ചു, 2 പച്ചമുളക്, പിന്നെ കിഴങ്ങും. കണ്ടോ, കിഴങ്ങ് ഈ രൂപത്തിലാണ് ഞാൻ അരിഞ്ഞത്. കണ്ടോ, ഈ രൂപത്തിൽ അരിഞ്ഞാണ്. കോളിഫ്ലവറും ഇതുപോലെ. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മസാലകൾ എടുക്കാം. ഇതിന് വേണ്ടിയുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം എടുക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം നമ്മൾ 1/2 സ്പൂൺ എടുക്കുന്നു. കണ്ടോ, 1/2 സ്പൂൺ. നമ്മുടെ അളവുകൾ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ അളവ് കൂടാം. ഞാൻ ആ കാണിച്ചതിനുള്ള അളവാണ് ഇത്. 1/2 സ്പൂൺ എടുത്തു. ഇതിന് വേണ്ടിയുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം എടുക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം നമ്മൾ 1/2 സ്പൂൺ എടുക്കുന്നു. കണ്ടോ, 1/2 സ്പൂൺ. നമ്മുടെ അളവുകൾ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ അളവ് കൂടാം. ഞാൻ ആ കാണിച്ചതിനുള്ള അളവാണ് ഇത്. 1/2 സ്പൂൺ എടുത്തു. 1/2 സ്പൂൺ മല്ലി. കണ്ടോ, 1/2 സ്പൂൺ മല്ലി എടുത്തു. ഇത് പിന്നെ പൊടിയല്ല എടുക്കേണ്ടത്, മല്ലിയായിട്ടാണ്. പിന്നെ ഞാൻ എടുക്കുന്നത് 1 സ്പൂൺ കുരുമുളകാണ് എടുക്കുന്നത്. കുരുമുളക് പൊടിയല്ല, കുരുമുളക്. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കേട്ടോ, ഇപ്പോൾ ഇത് നല്ലതുപോലെ ചുമന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണേ. നല്ല സോഫ്റ്റായിട്ടൊന്നും പൊടിയണ്ട, തരി പോലെ പൊടിച്ചെടുത്തേച്ചാൽ മതിയേ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായ സമയത്ത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സവാള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കണ്ടോ, പിന്നെ സവാളയും പച്ചമുളകും ഇതെല്ലാം മാറിയിട്ടുണ്ട്. ചെറിയൊരു നിറവ്യത്യാസം വന്നല്ലോ. ഈ സമയത്ത് നമ്മൾ ഈ കോളിഫ്ലവർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കിഴങ്ങും ഇട്ട് കൊടുത്തേക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനാവശ്യമായി ഉപ്പിടുക. മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഇത് 2 കൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കുക. നമ്മൾ വെള്ളം ഒന്നും ഒത്തിരി കോരി ഒഴിക്കണ്ട കേട്ടോ. അതൊന്ന് 2-3 തുള്ളി വേണമെങ്കിൽ ഒന്ന് തളിച്ചാൽ മാത്രമേ ആകാവൂ. അപ്പം ഞാൻ ഇതിനകത്തിട്ട സാധനങ്ങളൊക്കെ കണ്ടല്ലോ.
സവാളയും പച്ചമുളകും കൂടെ വഴറ്റിയത് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം കോളിഫ്ലവറും കിഴങ്ങും ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഒരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് നല്ലതുപോലെ അടച്ച് വെച്ച് നല്ലതുപോലെ നാവി കയറട്ടെ, വേവാൻ വേണ്ടി. ഓൾറെഡി ഇതിനകത്ത് കണ്ടോ എണ്ണയുണ്ട്, ഇതിൻ്റെ വെള്ളം ഊറി ഇറങ്ങും. ഇനി അത് പോരാത്തവരാണെങ്കിൽ 2-3 ഡ്രോപ്സ് ഇങ്ങനെ തളിക്കുകയാകാം. അതും വേണേൽ ഞാൻ ഇന്ന് കാണിച്ചത്. ഇതേണ്ട കണ്ടോ, കൊണ്ടോണേ വെള്ളത്തിൻ്റെ അളവ് അത്രയും മതി. ഇനി അത് നല്ലപോലെ യോജിപ്പിച്ച് നല്ലതുപോലെ അടച്ചു വെക്കാം. നോക്കാവേ, കണ്ടോ ഈ ഈർപ്പ വെള്ളം ഇതിൽ തന്നെ വീഴണേ, വെളിയിൽ പോകണ്ട. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമുക്കുണ്ടല്ലോ ഇങ്ങനെ കുരുമുളകൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒറ്റ കറി മതി ചോറുണ്ട്. ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ 3 കുശാല കേട്ടോ. വെന്തിട്ടില്ലേ, വേവട്ടെ, ചെറിയ തീയിലാണേ. തീ ഒന്നും കൂട്ടി വെച്ച് വെക്കരുത്, നമ്മൾ വെള്ളം ഒത്തിരി ചേർക്കാത്തത് കൊണ്ടേ. ഈ എടുത്ത് വെച്ചേക്കുന്നത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ എന്തായെന്ന് ഒന്നുകൂടെ നോക്കാം. ഇതേ കണ്ടോ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കണ്ടോ കാണിക്കാം, കണ്ടോ. പിന്നെ കിഴങ്ങ് നോക്കാം അല്ലേ, വേണ്ട നല്ലതുപോലെ വെന്തിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പോൾ വെള്ളമയം ഒന്നുമില്ല, നമുക്ക് തീ ഒന്ന് ഇച്ചിരി കൂട്ടി വെച്ചേക്കാം, അഥവാ വെള്ളമയം ഉണ്ട്. ഇനി നമുക്ക് ഈ പൗഡർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ലേ, നമ്മൾ ഇതിന് മുൻതൂക്കം കൊടുക്കുന്നത് കുരുമുളകിനാണ്. കുരുമുളക് ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും എന്ത് വേണേലും കഴിക്കാം കേട്ടോ, എന്തിനു വേണേലും കഴിക്കാം. കണ്ടോ ഇപ്പോൾ എല്ലായിടും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ അടച്ചു വെക്കാം. എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മണവും ഇതെല്ലാം ഇതിനൊന്ന് പിടിക്കട്ടെ. നമുക്ക് നോക്കാവേ, ഇതാ കണ്ടോ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേരെന്തുവാന്ന് ചോദിച്ചാൽ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ മലയാളത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, കുരുമുളക് ഇട്ട മെഴുക്ക് പുരട്ടി. അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് കത്തുമല്ലോ. അതേസമയം മറ്റേ നമ്മൾ ഇംഗ്ലീഷിലുള്ള പദം ഉപയോഗിച്ച് കഴിയുമ്പോൾ മിക്കവർക്കും മനസ്സിലാകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പദം ഉപയോഗിച്ചത്. അപ്പം നമ്മൾ കുരുമുളക് ഇട്ട് മെഴുക്ക് പുരട്ടി വെക്കുക. കുരുമുളക് മാത്രമാണ് ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് മുന്നിൽ നിൽക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഇതെല്ലാവരും ഇതൊന്ന് നോക്കണേ, നല്ല രുചികരമായ ഒരു സാധനമാണ്. ഇപ്പം നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ വിളമ്പി സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല അത് കഴിച്ചിട്ട് അഭിപ്രായങ്ങളും പറയുക. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം, എങ്ങനെ ഉണ്ടായിരുന്നു മെഴുക്ക് പുരട്ടിയെന്ന്. അപ്പം നമ്മൾ ഈ കോളിഫ്ലവറൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ഓരോ മെഴുക്ക് പുരട്ടികളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമല്ലോ. അപ്പോൾ ഇപ്പം നിങ്ങളെ ഞാൻ ഓരോന്നും പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ മാത്രമല്ല പലരും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെതായ ഓരോ സ്പെഷ്യല് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നു. ഓരോരുത്തരൊക്കെ പറയാറുണ്ടേ ഞാൻ ഭയങ്കര പാചകഗേമിയാണ്. ഒന്നുമില്ല, ഞാൻ വെറും പുഴുവാണ്, മനസ്സിലായോ? ഒന്നുമില്ല. എന്നാലും നമ്മളുടേതായ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ അറിവാണ്. ചിലപ്പോൾ ഇതിലും മെച്ചമായതായിരിക്കും ഈ കാണുന്ന ഓരോരുത്തരും ചെയ്യുന്നത്. അതിലൊന്നും കാര്യമില്ല, ഞാൻ അങ്ങനെ പാചകഗേമി ഒന്നുമല്ല, ഞാൻ വെറും സിമ്പിൾ, മനസ്സിലായോ? അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ വെറുതെ ഒന്ന് കാണിക്കുന്നു, അത് പലർക്കും പ്രയോജനപ്പെടുന്നു. എനിക്കതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സ്നേഹ തലോടലും എല്ലാം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ എനിക്ക് എന്നും ഈ വീഡിയോ ഇടാനൊക്കെയുള്ള ഒരു പ്രചോദനം കിട്ടുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് എന്താണേലും ഞാൻ ഓരോന്നിങ്ങനെ ചെയ്യും. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്.
അപ്പോൾ കൂടുതൽ വാചകം അടിച്ച് നീട്ടുന്നില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം.